ബി ഹോട്ടലിലേക്ക് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്ന സാബുമോൻ ഒരു ഡിക്റ്ററ്റീവ് മൈൻഡുള്ള വ്യക്തിയാണ് എന്ന് ചില സമയങ്ങളിൽ തോന്നിപ്പോകും. ഒരു കുറ്റവാളിയുടെ മുൻപിൽ നിന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ച് ഏതെല്ലാം രഹസ്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചോർത്തിയെടുക്കുവാൻ കഴിയുമോ അതെല്ലാം ചോർത്തിയെടുക്കത്തക്കവണ്ണം അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത മേഖലകളെക്കുറിച്ചൊക്കെയാണ് അവരോട് ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഒന്ന് പവർ ടീം തന്നെയാണ്. പവർ ടീമിനെ പൊളിച്ചെടുക്കണം എന്നൊരു ലക്ഷ്യം അദ്ദേഹത്തിന്റെ മുൻപിലുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പവർ ടീമിനകത്തൊരു തീയിടുവാൻ വേണ്ടിയുള്ള ആദ്യത്തെ പരിശ്രമം നടത്തി. അത് പക്ഷേ നിർഭാഗ്യവശാൽ പരാജയപ്പെട്ടു പോയി. നോറയ്ക്കിട്ടായിരുന്നു അടി ആരംഭിച്ചത്. എന്നാൽ നോറ ആ സാധനത്തിൽ കയറി കൊത്താഞ്ഞതുകൊണ്ട് ആ പദ്ധതി പരാജയത്തിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ ഭാഗ്യത്തിന് ഋഷി അതിൽ കയറി കൊത്തിയതുകൊണ്ട് ആ പ്രാങ്ക് വിജയിച്ചു. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ പ്രാങ്ക് വിജയിച്ചു. തുടർന്ന് താൻ ശാന്തമായിട്ടൊരു മൂലയ്ക്ക് ഒതുങ്ങിയിരുന്നു കൊണ്ട് ഓരോരുത്തരെ വിളിക്കുക, അവരോട് രഹസ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അവിടെയുള്ള ഓരോ വ്യക്തികളുടെ പ്രത്യേകതകൾ, പവർ ടീമിനകത്ത് കയറിയ വ്യക്തികൾ, അവരെന്തുകൊണ്ട് പവർ ടീമിനകത്തേക്ക് വന്നിരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുവാൻ തുടങ്ങിയിരിക്കുന്നു. ഏകദേശം പവർ ടീമിനും ഈ കാര്യത്തെക്കുറിച്ച് ഒരു ഹിന്റ് ലഭിച്ചിട്ടുണ്ട്. അതായത് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അയാൾ കളിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അല്പം മുമ്പ് പവർ ടീം ഒരു രഹസ്യ യോഗം കൂടിയിരുന്നു. ആ യോഗത്തിൽ അവരെടുത്ത തീരുമാനം ഇതാണ്: നമ്മളെ പൊളിക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരൻ്റെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഐക്യതയെ പൊളിച്ച് പവർ ടീമിനെ ദുർബലമാക്കുക എന്നുള്ള ആ പദ്ധതി അയാളുടെ ഹൃദയത്തിനകത്ത് വളരെ കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലായ്പ്പോഴും അലേർട്ടായിരിക്കണം. ഒരു മേഖലയിലും വീണു പോകാൻ പാടില്ല. ഈ ആഴ്ച പവർ ടീമിലേക്ക് വന്ന അൻസിബയുടെ ഗ്രൂപ്പിന് അവിടെയുള്ള മിക്ക ആൾക്കാരോടും ഭയങ്കരമായ കലിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രാത്രിയിൽ അൻസിബ പറഞ്ഞൊരു കാര്യമുണ്ട്: നമ്മളെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഭരിക്കാൻ വേണ്ടിയാണ്. ഭരിക്കുക, മുഖം നോക്കാതെ ആക്ഷൻ എടുക്കുക, കഠിനമായ നടപടികളിൽ കൂടി തന്നെ നമ്മൾ മുൻപോട്ട് പോവുക. എന്തായാലും ഇതിനകത്തുനിന്ന് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മളെ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ആക്രമിക്കും, വലിച്ചു കീറും. അത് ഉറപ്പാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ അവസരം ലഭിച്ചിരിക്കുന്ന ഈ സമയത്ത് എന്തുകൊണ്ട് നമുക്ക് പ്രവർത്തിച്ചുകൂടാ? അതുകൊണ്ട് നമ്മൾ ആഞ്ഞടിച്ചേ മതിയാവുകയുള്ളൂ. അപ്പൊ ക്രൂരമായ ഒരു ഭരണ സംവിധാനമാണ് അൻസിബയുടെ മനസ്സിനകത്തുള്ളത്. അത് അൻസിബ പ്രയോഗിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇന്നും നാളെയും കൊണ്ട് ഏകദേശം അത് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതും ഉറപ്പാണ്. അതിന്റെ കൂട്ടത്തിലാണ് ഗസ്റ്റ് വന്നിട്ട് ഗസ്റ്റിൻ്റെതായിട്ടുള്ള പണിയും കൂടി പവർ ടീമിനെതിരായിട്ട് ഒരുക്കാൻ തുടങ്ങുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എവിടേക്ക് എത്തും എന്നുള്ളത്.